ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവരെ നിങ്ങളെ തിരിച്ച് ഇഷ്ടപ്പെടുത്താം എന്നുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് ഏതൊക്കെ പോയിൻറ്റ്സ് പറയണം എന്നൊരു കാര്യം. എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ കോൺഫിഡൻസിൻ്റെ കാര്യം മെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ഇത് കണക്ക് മെയിനായിട്ട് പെൺകുട്ടികളോട് സംസാരിച്ച് ശീലമില്ലാത്ത ഒരു വ്യക്തിക്ക് അത്ര കോൺഫിഡൻസിൽ ഫസ്റ്റ് ടൈം തന്നെ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പറ്റുമെന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ കണ്ണുകളിൽ നോക്കി അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാൻ, ആ ഒരു ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ അങ്ങനെ ഒരു വ്യക്തിക്ക് പറ്റില്ല. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ സ്പീഡിൽ സംസാരിക്കാം, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ലോ ആയിട്ട് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കും. ഇതൊക്കെ ഭയങ്കരമായിട്ട് അവരെ കോൺഫിഡൻസ് പോകും. അതുപോലെ തന്നെ കണ്ണി നോക്കുന്നത് ഭയങ്കരമായിട്ട് മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും ആദ്യമായിട്ടൊരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോടുത്ത് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യണം? ആ ഒരു കോൺഫിഡൻസ്, ഐ കോണ്ടാക്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള പെൺകുട്ടികളോട് സംസാരിക്കാൻ പഠിക്കണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കാണും, അല്ലെങ്കിൽ കോളേജിൽ നിങ്ങളെവിടെ ഇപ്പം ഓഫീസോ എവിടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സാധാരണ നിങ്ങളിഷ്ടം ഉള്ള പെൺകുട്ടികൾ മാത്രമല്ലാതെ ഫ്രണ്ട്സ് പോലെ അവിടെ കാണും. അവരുടെ അടുത്ത് നോർമലായിട്ട് സംസാരിക്കുക. എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൺ സുഹൃത്തിനോട് എന്താണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നോർമലായിട്ട് ചെന്ന് സംസാരിക്കുക. എന്തെങ്കിലും കാര്യം എപ്പം വന്നു, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് രാവിലെ വരുമ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പതുക്കെ ഗുഡ് മോർണിംഗ് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുക. ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് ടെൻഷനൊക്കെ കാണും. അത് പിന്നെ രണ്ടാമതാകുമ്പോഴത്തേനും അത് ചേഞ്ച് ആയിക്കോളും. ആ ഒരു കാണുന്ന സമയത്ത് സ്മൈൽ ചെയ്യുക, അത് മെയിനായിട്ടൊരു കാര്യം. ഫസ്റ്റ് സ്മൈൽ ചെയ്യുക. സ്മൈൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു സംസാരിക്കാനുള്ള ഭയങ്കരമായിട്ട് പേടി അങ്ങനെയൊന്നും വരാതെ നോർമലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നോർമലായിട്ട് സംസാരിക്കുക. അവരെപ്പറ്റി ചോദിക്കുക. അങ്ങനെയൊന്നും ചെയ്താൽ നോർമലായിട്ട് ഇപ്പം നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ സ്കൂളിലെ കാര്യം ഹോംവർക്ക് ചെയ്തോ, അങ്ങനെയൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കോളേജിലാണെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഓഫീസിലാണെങ്കിൽ അതിൻ്റെ ചില വർക്ക് അനുസരിച്ച് ചെറുതായിട്ട് ചോദിക്കുകയോ, അല്ലെങ്കിൽ എപ്പം വന്നു, ഷിഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ഓരോ പെൺകുട്ടിയോട് ഫസ്റ്റ് ഒരാളോട് സംസാരിക്കുക, രണ്ടാമത് ഇത് കണക്ക് പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ സമയം എടുത്ത് കുറച്ച് ഓരോ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പതിയെ കൂടും. ആദ്യമേ മെയിനായിട്ട് നിങ്ങൾ ഇതൊന്നും ആദ്യമായിട്ടാണ് പെൺകുട്ടികളോടൊന്നും സംസാരിച്ച് ശീലമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് അതാണ്. അത് നിങ്ങൾ സംസാരിച്ച് അങ്ങനെ കുറച്ച് ഒരു മാസത്തോളമൊക്കെ ഇങ്ങനെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ പതിയെ ഒരു കോൺഫിഡൻസ് കിട്ടിത്തുടങ്ങും. നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഇനി പോയി സംസാരിക്കുക എന്നുള്ളൊരു കാര്യം. ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് ആദ്യമേ ചെന്ന് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ നിങ്ങളെ പരിചയം കാണത്തില്ല. ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച രീതിയിൽ തന്നെ ഫസ്റ്റ് അവരുടെ അടുത്ത് ബേസിക്കായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇത്രയും പേരെടുത്ത് സംസാരിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ഇതൊന്നും ചെയ്യാതെ ചെല്ലുവാണെങ്കിൽ ചിലപ്പം വിറയ്ക്കും, സംസാരിക്കുന്ന രീതിയിൽ സൗണ്ട് കുറയ്ക്കും, സ്പീഡിൽ സംസാരിക്കും. അതൊന്നും ഇല്ലാതെ നോർമലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്മൈൽ ചെയ്ത് ചിരിച്ച് പിന്നെ ഇതേ കണക്ക് ചിരി ഉള്ളൊരു കാര്യം. പിന്നെ നിങ്ങൾ കാണുമ്പോൾ ചിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവർ സംസാരം പോവുക. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പതുക്കെ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫ്രണ്ട് മാത്രമല്ല, നിങ്ങൾ അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ് അടുത്ത രീതി. നിങ്ങൾ ഫ്രണ്ട്സായിട്ട് തന്നെ തുടരുകയാണെങ്കിൽ അത് ചിലപ്പം അവസാനം കൊണ്ട് എത്തുന്നതെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം വരും. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവരോട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ മനസ്സിലാവും ഇവന് നമ്മളൊരു ഫ്രണ്ടായിട്ട് മാത്രമല്ല കാണുന്നത്, അതിനുപരി ഒരു ഇഷ്ടം നമ്മളോടുണ്ട് എന്ന് മനസ്സിലാവും. അതിന് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഇപ്പം ഒരു ബർത്ത്ഡേക്കാണെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റോ, ഭയങ്കര ഗിഫ്റ്റൊന്നുമില്ല, അത് സ്പെഷ്യലായിട്ട് ബാക്കിയുള്ളവരിൽ നിന്നും ആ ഒരു സ്പെഷ്യലായിട്ട് ഇപ്പം ഒരു 4-5 നിങ്ങൾ സ്നേഹിച്ച ആ ഒരു പെൺകുട്ടി കാണും. ആ പെൺകുട്ടിയുടെ കൂടെ നിങ്ങളുടെ കുറേ ഫ്രണ്ട്സും കാണും. അവർ 4-5 ഗ്രൂപ്പ് പേരൊക്കെ ആയിട്ടായിരിക്കാം
ഈ ഒരു സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാവരുടെ അടുത്തും ഒരേ കണക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പെൺകുട്ടി ഓക്കെ നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കണക്ക് ഇവൻ ഇതേ കണക്കാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ പ്രത്യേകിച്ച് ഇപ്പം ബർത്ത്ഡേക്ക് ആ ഒരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് മാത്രം ഗിഫ്റ്റ് കൊടുക്കുന്നു, ബാക്കിയുള്ള പെൺകുട്ടിയുടെ ബർത്ത്ഡേക്കൊന്നും ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ല. ഇത് തന്നെ ഇവരിൽ ഒരു സംസാരം ഉണ്ടാക്കും. ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവും അതെന്താ ഇവൻ എനിക്ക് മാത്രം തന്നിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഫ്രണ്ട്സ് ആണല്ലോ അവർക്കൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കെയറിങ് എന്ന് പറഞ്ഞാൽ ഓവർ കെയറിങ് അല്ലേ. അവർ എന്താ പറയുക പനി അങ്ങനെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ അതിൽ ചെറുതായിട്ട് ശ്രദ്ധിക്കുക, അതിനെപ്പറ്റി തിരക്കുക. ബാക്കിയുള്ളവരിലെ കാര്യങ്ങൾ ഒട്ടും തിരക്കുന്നതിൽ അങ്ങനല്ല, തിരക്കുന്നതിനേക്കാൾ ഈ ഒരു പെൺകുട്ടിക്ക് അത് ഫീൽ ചെയ്യണം. ഓക്കെ ഇവരെക്കാൾ ഒരു സ്പെഷ്യാലിറ്റി അവൻ എന്നോട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ അവൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുക. അതല്ലാതെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പെൺകുട്ടികളെ ഒരേ കണക്കാണ് ഈ ഒരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ പോലെ തന്നെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു വ്യത്യാസം പെൺകുട്ടിക്ക് ഓക്കെ ഇവൻ എല്ലാവരുടെ അടുത്തും ഈ രീതിയിലാണ് എന്നുള്ളൊരു കാര്യം വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ല. പക്ഷേ ആ സമയത്താണെങ്കിൽ നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് സ്പെഷ്യലായിട്ട് കെയർ ചെയ്യുന്നു ബാക്കിയുള്ള ഫ്രണ്ട്സിനേക്കാൾ എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കാര്യത്തിലോട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ പെൺകുട്ടിക്ക് മനസ്സിലാവും. ആ ഒരു പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അവളും ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സമയം കുറച്ച് സ്പെൻഡ് ചെയ്യാൻ റെഡിയാവും. ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരും പതിയെ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മനസ്സിലാവും നിനക്ക് ആ ഒരു പെൺകുട്ടിയോട് പ്രത്യേക ഇഷ്ടമുണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ പതിയെ മുമ്പോട്ട് കൊണ്ടുപോകുക. അത് ആകുമ്പോഴത്തെ പെൺകുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഇവന് നമ്മളോട് ഇഷ്ടമുണ്ട്. അങ്ങനെ പോയതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ലോങ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാതിരിക്കുക. ആ ഒരു കുട്ടിക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയെന്ന് മനസ്സിലാകുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് പിന്നെ ആ രീതിയിൽ തന്നെ പോകാതെ ഒരു ദിവസം എന്ത് ചെയ്യുക, ആ ഒരു പെൺകുട്ടിയെടുത്ത് കാര്യങ്ങൾ പറയും എനിക്ക് ഇതേ കണക്ക് താല്പര്യമുണ്ട് എന്നൊരു കാര്യം. സോ അത് മനസ്സിലാകുമ്പോൾ അത് നോർമലായിട്ട് ജെന്യുവനായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തെന്ന് പറഞ്ഞാൽ അവർക്കും ഇത്രയൊക്കെ ഇവൻ ഈ ഒരു സൈനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയുന്നത് നമുക്ക് പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് അവരും പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസാണ്. കാരണം അതിന് വേണ്ടിയുള്ള ടൈം എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ നോർമലായിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രപ്പോസ് ചെയ്യും അങ്ങനെ വിചാരിച്ചിരിക്കുക. നോർമലി അങ്ങനെ കുറവാണ്, കുറച്ച് പെൺകുട്ടികളൊക്കെ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളൊരു കാര്യം. ഇതിൻ്റെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവരെ ഫ്രണ്ട്സ് നിന്നെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അവരുടെ അടുത്തും ചെറുതായിട്ട് തിരക്കുക, നിന്നെപ്പറ്റി എന്താണ് അവളെന്താണ് നിന്നെപ്പറ്റി വിചാരിക്കുന്നതെന്നുള്ളൊരു കാര്യം ജസ്റ്റ് തിരക്കി വെക്കുക. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നോർമലായിട്ട് ഒരു പെൺകുട്ടിക്ക് നിന്നോട് ഇഷ്ടം തോന്നും. സോ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല, അത് നിനക്ക് ആ പെൺകുട്ടി നിന്നെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അത് പറയാതെ വെച്ചിരുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് മിസ്റ്റേക്കായിട്ട് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു. കാരണം അവരെ മുമ്പിൽ പോകുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് തലയൊക്കെ ചെയ്യും, നല്ല നീറ്റായിട്ട് പോകാൻ ശ്രമിക്കുക. അത് മെയിനായിട്ടൊരു കാര്യം. അത് ഞാൻ പറയാതെ വിട്ടാൽ നോർമലി എല്ലാവരും അത് അറിയുന്ന ഒരു കാര്യം. അങ്ങനെ മോശമായിട്ടൊന്നും പെൺകുട്ടി അടുത്തൊന്നും ചെന്ന് അങ്ങനെ പല്ല് തേക്കാതെ അങ്ങനെ കുളിക്കാതെ ഭയങ്കര സ്മെല്ലായിട്ട് അങ്ങനെയൊന്നും നോർമലായിട്ട് ആരും പോവാറില്ല. സോ അത് ഇപ്പം ഞാൻ ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞതേ ഉള്ളൂ ഓർത്ത് വെക്കാൻ വേണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് ചെയ്യുക. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, ഇത് വർക്കായോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.